വാതിലുകൾ തുറക്കുന്ന താക്കോലുകൾ, ഹൃദയത്തിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികൾ. കണ്ണുകൾ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഹൃദയത്തിലേക്കും ഒരു ജീവിതത്തിലേക്കും നാം നോക്കുന്നു. രണ്ടും പ്രണയത്തിലേർപ്പെടുന്ന ആൾക്കാര് ശരിക്കും കണ്ണുകളിലൂടെയാണ് ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ള ഒരു അറിവുണ്ട്. അതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആണ് വാസ്തവത്തിൽ രണ്ടും വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം ഉണ്ടാവുന്നത്. അത് മാഷിന് അറിയാവുന്നവർക്ക് എല്ലാവരും അറിയാം. മാത്യു മാഷ് എന്ന് പറയുന്നത് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന റെയിൽവേ ജീവനക്കാരുടെ ട്രേഡ് യൂണിയന്റെ ഏറ്റവും താഴ്ത്ത തല മുതൽ ജനറൽ സെക്രട്ടറി വരെയുള്ള പദങ്ങളിൽ പൊസിഷനുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സദേൺ റെയിൽവേ എന്ന് പറയുന്നത് പാലക്കാട് ഉൾപ്പെടെയുള്ള പാലക്കാടും തിരുവനന്തപുരവും പോലെ കേരളത്തിലുള്ള സ്ഥലവും അതുപോലെ തമിഴ്നാട് മുഴുവനും ഉള്ള ഒരു ഏരിയയെ കവർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സദേൺ റെയിൽവേ എന്ന് പറയുന്നത്. അത്രയും കേട്ടു. അപ്പം പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നാട്ടുകാരുമായിട്ട് ഇടപെടുന്നതെന്ന് ഞാൻ വളരെ അടുത്തുനിന്ന് നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിൽ പാലക്കാടോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്റ്റേജിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവവികാസം മുതൽ ഏറ്റവും പഴയ കാര്യം വരെ വളരെ സമർത്ഥമായിട്ട് ഒരു കേൾവിക്കാരനിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ, കേൾവിക്കാരന് ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ ആവശ്യത്തോടുകൂടി പ്രസംഗിച്ച് അവരിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കുന്ന ഒരു പ്രാസംഗികത നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ പോയി കഴിയുമ്പം തമിഴ് തീരെ പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ എന്ത് ചെയ്യും? ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതോടും തമിഴ്നാട്ടിൽ മാത്യു മാഷിനൊരു പേരുണ്ട്, ചണ്ടമാരുതൻ എന്നാണ് തമിഴ്നാട്ടിലെ റെയിൽവേക്കാര് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന പേര്, ചണ്ടമാരുതൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ആവേശോജ്വലമായി, അത്രമാത്രം ഒരു കൊടുങ്കാറ്റ് പോലെ ഈ കേൾവിക്കാരനിലേക്ക് കടന്നു ചെല്ലുന്ന അവരുടെ അനുഭവത്തിൽ നിന്ന് ഇട്ട പേരാണ് ചണ്ടമാരുതൻ. അത് മാഷ് സംസാരിക്കുന്ന തമിഴ് എങ്ങനത്തെ തമിഴാണെന്ന് കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ആ തമിഴ്നാട്ടിൽ അത്രയും കാലം തമിഴ് സംസാരിച്ചുകൊണ്ടിരുന്ന, തമിഴിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അതൊരു തമിഴ് എന്നുള്ളൊരു ഭാഷ ഒരു ബാരിയറായിട്ട് ഒരിക്കലും നിന്നിട്ടില്ല. മറിച്ച് മനുഷ്യനെ അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നിന്നാണ് അവർ സംസാരിക്കുകയും അവരുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവിടുന്ന് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നാണ് അവര് ചണ്ടമാരുതൻ എന്നുള്ളൊരു പേര് മാഷിന് സംഭാവന ചെയ്തത്. അപ്പം ഈ സർഗാത്മക രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു മനുഷ്യനെ ആ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഇത് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ അംഗീകാരം ഉള്ള ഒരു ട്രേഡ് യൂണിയനായിട്ട് വളരുന്നത് മാത്യു മാഷ് ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. അന്ന് അംഗീകാരമുള്ള ട്രേഡ് യൂണിയന് റെയിൽവേ ഡിവിഷന്റെ പാലക്കാട്ടെ ഓഫീസിൽ, എല്ലാ ഓഫീസുകളിലും ഒരു ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരും, അത് പരിഹരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ ട്രേഡ് യൂണിയന്റെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ മാത്യു മാഷ് സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്താണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ ട്രേഡ് യൂണിയൻ അംഗീകാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുമ്പം കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയന് അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ആദ്യം കുറെ കാലം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോകുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ട്രേഡ് യൂണിയന്റെ ഓഫീസുള്ളത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് അവിടെ ചെന്നിരിക്കുമ്പം
ഇത്രയും കാലം കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നിട്ടുള്ള അതിന്റെ പിൻപറ്റി നടന്നിട്ടുള്ള ആൾക്കാരൊക്കെ മാത്യു മാഷിന്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാൻ പോയി കഴിയും പറയും മാഷ്, ഞാൻ പറയും മാഷ് ഇയാള് മറ്റേ നമ്മുടെ ആളല്ലല്ലോ, അതിൽ പുറത്തുള്ള ഒരാളല്ലേ. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അയാളൊരു തൊഴിലാളിയാണ്, അയാൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളുടെ മെമ്പർഷിപ്പ് ഉള്ള ആളോ ആണെന്നുള്ളതല്ല കാര്യം, മറിച്ച് അയാൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ വരാനും അയാളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ഇടപെടൽ നടത്തുകയും ഓഫീസർമാരെ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇത് പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം അങ്ങനെ ഒരു വ്യക്തി പൊളിറ്റിക്കലായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ കുറിപ്പുകളാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ കവിതയെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. ഒരു കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഹൃദയത്തിലേക്കും ഒരു ജീവിതത്തിലേക്കും നാം നോക്കുന്നു. എനിക്കൊന്നിത് മാഷ് ഈ വരികൾ എഴുതിയത് മാഷൊരു കാമുകിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ആയിരിക്കില്ല, മറിച്ച് അസംഖ്യം മനുഷ്യനെ ആയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു അതിൽ നിന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള വാക്കുകളാണിത്. അപ്പൊ അത്തരം കവിതകളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വർണ്ണ്യത്തിൽ ആശങ്കയുള്ള കവിതകൾ പലതും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതായത് കൃത്യമായിട്ടുള്ള ഡെഫിനിഷനുകൾ കൂടെ കടന്നു പോകുന്ന കവിത. ഇതങ്ങനെ ഒരു ഡെഫിനിഷൻ കൂടെ കടന്നു പോകുന്ന ഒരു കവിതയല്ല, മറിച്ച് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ ചുറ്റുപാടുകളെയും അതിന്റെ കെട്ടുപാടുകളുടെയും ഇടയിൽ കൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവൻ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിലും ഒക്കെ പരിഹാരം തേടുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയുടെ ഉള്ളിലെ ചിന്തകളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഈ കവിതകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഗഹനമായിട്ട് അർത്ഥം തേടി പോകേണ്ട ഒരു വാക്കും ഈ പുസ്തകത്തിലില്ല. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ആ വാക്കുകളിലൂടെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോഴേ ഈ അതിന്റെ കൃത്യമായ കാര്യത്തിലേക്ക് നമ്മൾ കടക്കത്തുള്ളൂ. ഇപ്പൊ ഗാസയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. ഗാസയെ കുറിച്ചൊരു കവിത എഴുതാൻ ഒരുപാട് പേര് ഗാസയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള കവിതകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഏത് കാര്യത്തെ കുറിച്ച് എഴുതുമ്പോഴും കൃത്യമായ ഒരു നിലപാടിലൂടെ ഒരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണുകയും അത് ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എനിക്കൊന്ന് ഈ ഐപ്പണിക്കർ എഴുതിയതുപോലെ അല്ലെങ്കിൽ സച്ചിദാനന്ദൻ എഴുതുന്നുണ്ട്, ഓർമ്മയുടെ അതിരുകളിൽ നീ ഒരു ഇലമുളച്ചിയെ പോലെ പൊട്ടി പൊട്ടി വളരുന്നു എന്നൊക്കെ എഴുതിയിട്ടുള്ള സംഗതികളുണ്ട്. വളരെ ആസ്വാദ്യകരമായ കവിതയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ അങ്ങനെ എഴുതാനുള്ള വൊക്കാബുലറിയും അതിനുള്ള ഭാവനാശേഷിയും ഇല്ലാത്ത ഒരു വ്യക്തിയല്ല, മറിച്ച് താൻ അഡ്രസ് ചെയ്യുന്ന മനുഷ്യരിലേക്ക് ഏറ്റവും ലളിതമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ കവിതയെ നോക്കിക്കാണുന്നത്. ഇത് പലതും വാട്സപ്പുകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറിപ്പുകൾ കൂടെ വന്നിട്ടുള്ളതാണ്. ഈ ഇതിൽ വന്നിട്ടുള്ള പല കവിതകളും. മാഷ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ മനസ്സിലാക്കുകയും ആ സ്ഥലത്തിന്റെ സവിശേഷതയും അതും മറ്റൊരു കാര്യവുമായി ബന്ധിപ്പിച്ചിട്ട് കുറിപ്പുകൾ അയക്കും. അങ്ങനെ വന്നിട്ടുള്ള കുറിപ്പുകൾ ധാരാളം ഉണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറിപ്പുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം മറ്റൊരു കവിതയുണ്ട്, പ്രണയകാലത്ത് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. സൗഹൃദം പൂക്കാലം വിരിയിച്ച താഴ്വരയിൽ പൂക്കൾ മാത്രമുള്ള മരച്ചില്ലയിൽ ഇരുകിളികൾ സ്നേഹം പങ്കുവച്ച് കൊക്കുകൾ ഒരുമ്മി
വാക്കുകൾ തൊടാതെ കണ്ണുകളിൽ കവിത വായിച്ചിരിക്കുന്നു. ഇതും ആ സംഭവം തന്നെയാണ്. മനുഷ്യനിലേക്ക് അവന്റെ കണ്ണുകളിലൂടെ അവന്റെ ആത്മാവിലേക്ക്, ആത്മാവെന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റൽ എന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ ആത്മാവുണ്ടോന്നും കയറി ചോദിച്ചു കളയരുത്. ആത്മാവും ശരീരവും എന്നൊക്കെ പറഞ്ഞ് രണ്ട് സെപ്പറേറ്റ് സംഭവം ഉണ്ടെന്നുള്ളതൊന്നും ഒക്കെ സാഹിത്യത്തിന്റെ ഒരു സംഭവമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഭൗതിക വൈരുദ്ധ്യാശ്രിത ഭൗതികവാദത്തിന്റെ രീതിയിൽ ചോദിച്ചു കളയരുത്. ഇപ്പം പക്ഷെ ഭാഷ അത് ചോദിക്കും, കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അതങ്ങനെയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ സഹജീവികളോടുള്ള സംസാരമായിട്ടാണ് ഈ കവിതയെ, അല്ലെങ്കിൽ അതുപോലെ എക്സ്പീരിയൻസുമാണ് ഈ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് ഏറ്റത്